ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിങ്കിൾ. ഞാൻ വരുന്നത് പോത്താനിക്കാട് എന്ന സ്ഥലത്ത് നിന്ന്, കോതമംഗലം രൂപതയിലുള്ള സ്ഥലമാണ്. ഞാനിവിടെ വരുന്ന 3-ാം പ്രാവശ്യമാണ്. ഞാനൊരു 2019 ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നായിരുന്നു. എൻ്റെ ജീവിതത്തിൽ നിറയെ കുറേയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങളുണ്ടായി. അതിന് സാക്ഷ്യം പറയാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വൈഫിനെയും കൊച്ചിനെയും കൂടി ഞാൻ വരികയും എനിക്ക് 5 മണിക്ക് സമയം കിട്ടിയ, പക്ഷെ അന്ന് കുഞ്ഞു കൊച്ചുണ്ടായതുകൊണ്ടും കോവിഡിൻ്റെ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചുപോയി. പക്ഷെ അന്ന് മുതൽ എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ വരണം, സാക്ഷ്യം പറയണം എന്നുള്ളത്. ഇന്ന് വൈഫിൻ്റെ കൂടെ ഇല്ല, കാരണം പുള്ളിക്കാരി ഇപ്പോൾ UK ഒത്തിരി അനുഗ്രഹം മാതാവ് തന്നു. ഇതിലാദ്യമായിട്ട് ഞാൻ പറയുന്നു, 2012 എൻ്റെ കല്യാണം കഴിഞ്ഞത്. ഞങ്ങൾ പോത്താനിക്കാട് ആയിരുന്ന സമയത്തെ ഞങ്ങൾ 2 പേരും നേഴ്സസ് ആയിരുന്നു. പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി ശ്രമിച്ചു. IELTS എല്ലാം പല കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിച്ചു, പക്ഷേ എന്ത് ചെയ്താൽ നടക്കുന്നില്ല. ആ സമയത്ത് കാനഡയിൽ നേഴ്സുമാർക്ക് ഒത്തിരി ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കാനഡ ശ്രമിച്ചു, നടന്നില്ല. സിംഗപ്പൂർ ഒരു ചാൻസ് വന്നു, അതും അവസാന നിമിഷം തള്ളിപ്പോയി. അങ്ങനെ യാദൃശ്യമായിട്ട് ഞങ്ങൾ ദുബായിൽ എത്തിപ്പെട്ടു. 2013 വൈഫിന് ആദ്യമായിട്ട് ദുബായിൽ ഗവൺമെൻറ്റിൽ ജോലി കിട്ടുമെന്ന് കരുതി ചെന്നു. അതും നടക്കാതെ വന്നു. പുള്ളിക്കാരി സ്വന്തമായിട്ട് പഠിച്ച് എക്സാം എഴുതി പാസ്സായി തിരിച്ചുപോയി. 2750 ദിർഹംസിന് ആദ്യമേ ജോലി കിട്ടി. അതിനുശേഷം അന്നു മുതലേ ഞങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങൾ ദുബായിലുണ്ടായി. 7 വർഷക്കാലം ഞാൻ പല ജോലികൾ മാറി നോക്കി, എന്നിട്ടും പുരോഗതിയില്ല. ഇടയ്ക്ക് സഹോദരിയുടെ സ്വന്തം അനീതി മരിച്ച് വിസ തീരുന്നതിൻ്റെ തലേ ദിവസം പുള്ളിക്കാരിയുടെ അനീതി മരിച്ചു. അവിടെ നിന്നാലേ വിസ പുതുക്കാൻ പറ്റുള്ളൂ, നാട്ടിൽ വരാതിരിക്കാൻ പറ്റില്ല. അവസാനം എല്ലാം ഇട്ടേച്ച് നാട്ടിൽ വന്നു. വീണ്ടും തിരിച്ചുപോയി വിസ അടിക്കാനായിട്ട് ശ്രമിച്ചു. ഒത്തിരി തടസ്സങ്ങൾ. അങ്ങനെ ഞാൻ ഈ കൃപാസനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ മാതാവിൻ്റെ മുമ്പിലെല്ലാം പ്രാർത്ഥിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി ജീവിതങ്ങൾ. ഒത്തിരി ബാങ്കിലെ ലോണും കാര്യങ്ങളെല്ലാമായി. കൃപാസനത്തിൽ വന്നപ്പോഴും ഞാൻ ഉടമ്പടിയിൽ ആദ്യമേ പറഞ്ഞത്, മാതാവേ, എനിക്ക് വിദേശ രാജ്യത്ത് ജീവിക്കാൻ താല്പര്യമുണ്ട്, നീ നടത്തിത്തരണമേ എന്നാണ്. അതുപോലെ കാനഡ PR കൊടുത്തിരിക്കുന്നു, അത് ഏതെങ്കിലും ഒന്ന് നടത്തിത്തരണമേ എന്നാണ്. അങ്ങനെ നവംബറിൽ എനിക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഈസ്റ്ററിൻ്റെ അന്ന് കോവിഡ് പോസിറ്റീവായി. അന്ന് നാട്ടിലെല്ലാം കോവിഡ് തുടങ്ങുന്നേ ഉള്ളൂ. ദുബായിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് കോവിഡ് പോസിറ്റീവായപ്പോൾ എല്ലാവരും പേടിച്ചുപോയി. ആ സമയത്താണ് ഞാൻ കൃപാസനത്തിൽ അച്ഛൻ്റെ യൂട്യൂബ് ചാനലുകൾ കൂടുതൽ കാണാൻ തുടങ്ങിയത്. കാരണം ഞാൻ റൂമിൽ തന്നെയാണ്. എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 1 ബെഡ്റൂം ഫ്ലാറ്റാണ്. എൻ്റെ വൈഫും ഉണ്ട്, കൊച്ചുമുണ്ട്. ഇവർക്ക് 2 പേർക്കും കോവിഡ് പോസിറ്റീവ് ആവാതെ കൃപാസന മാതാവ് ആ സമയത്ത് അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ കാത്തു. വലിയൊരു അത്ഭുതമാവും. കാരണം ഒരു ബാത്റൂമിൽ ഞാൻ കുളിക്കുന്നതും ബാത്റൂമിൽ പോകുന്നതെല്ലാം ഈ കോവിഡ് പോസിറ്റീവായിട്ട് ആ ബാത്റൂമിലാണ്. പക്ഷേ എന്നിട്ടും എനിക്കോ വൈഫിനോ കൊച്ചിനോ കോവിഡ് പോസിറ്റീവായില്ല. അങ്ങനെ മുന്നോട്ട് പോയി. കൂടുതലായിട്ട് ഞാൻ കുർബാന കാണാനെല്ലാം തുടങ്ങി. എന്നിട്ടും എനിക്ക് ദുബായിൽ അങ്ങോട്ട് സെറ്റാവുന്നില്ല. കഴിഞ്ഞ നവംബറിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തു. എന്നും പ്രാർത്ഥനയെല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചെല്ലും. ഒരു തീരുമാനം എടുത്തു, നമുക്ക് നിർത്തി പോരാം. എന്തെങ്കിലും ആവട്ടെ, ആരുടെ അടുത്തും പറഞ്ഞില്ല. ഞാനും വൈഫും മാത്രം തീരുമാനമെടുത്ത് നാട്ടിൽ പോന്നു. അതിനിടയ്ക്ക് മാതാവ് ഒരു ആൻറ്റിയിലൂടെ ഞങ്ങൾക്കൊരു സന്ദേശം തന്നു, മക്കളെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളിങ്ങോട്ട് നിർത്തി പോകാമെന്ന്. അപ്പോൾ ഭയങ്കര ഒരു ആത്മവിശ്വാസമായി. നാട്ടിൽ വന്ന സമയത്ത് ഇവിടെ എല്ലാം കോവിഡ് ലോക്ക്ഡൗൺ ആയിട്ട് OIT കോച്ചിങ് സെൻറ്റർ എല്ലാം അടച്ചിട്ടേക്കുമായിരുന്നു. ഞങ്ങളിവിടെ നിന്ന് 14 ദിവസം ക്വാറൻറ്റൈൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അൺലോക്ക് ആവുകയും വൈഫിന് തിരുവല്ലയിൽ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് സെൻറ്ററിൽ റെഗുലർ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അങ്ങനെ 3-ാം മാസം OIT ഡേറ്റ് എടുത്തു. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പുള്ളിക്കാരിക്ക് 4 മോഡ്യൂളാണ് ഉള്ളത്. 3 7ഉം 1 6.5ഉം. ഒത്തിരി സന്തോഷം തോന്നി. കൃപാസനത്തിലെ കാശുരൂപം കയ്യിൽ വെച്ചിട്ടാണ് ഞങ്ങൾ സ്കോർ നോക്കിയത്. വലിയ സന്തോഷമായി. എന്നാലും ഒരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം ദുബായിലെ ഇൻസ്റ്റാൾമെൻറ്റ് ബാങ്കിൽ അടച്ചില്ലെങ്കിൽ ഞങ്ങളുടെ PCCക്ക് പ്രശ്നം വരും. വേറെ അയർലൻഡിലേക്ക് പോകണമെങ്കിൽ 1 വർഷം എടുക്കും. ഇത്രയും പൈസ നാട്ടിൽ നിന്ന് അയക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് UK പോകാൻ പറ്റുന്ന ഒരു വിസ. അതിന് സ്പീക്കിങ്ങിന് 7 വേണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ റിവാലുവേഷൻ കൊടുക്കാമെന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. വൈഫിന് പേടിയായിരുന്നു, കുറഞ്ഞു പോയാലോ എന്ന്. ഞാൻ പറഞ്ഞു, മാതാവ് നടത്തും, മാതാവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തടയാൻ ആർക്കും പറ്റത്തില്ല. അങ്ങനെ റിവാലുവേഷൻ കൊടുത്തു. എല്ലാത്തിനും പുള്ളിക്കാരിക്ക് 7 ഉയർന്നു. ഏത് രാജ്യത്ത് ഓസ്ട്രേലിയയിലോ എവിടെ വേണമെങ്കിലും പോകാവുന്ന ഒരു സ്കോറാക്കി ഉയർത്തി. ഇന്ന് പുള്ളിക്കാരി UK ഉള്ളത്. അതിന് 2ാം ഘട്ടമായിട്ട് ഏറ്റവും വലിയ അത്ഭുതം നടന്ന CBT എന്ന് പറയുന്ന ഒരു എക്സാമുണ്ട്. ആ എക്സാം കേരളത്തിൽ 2 സ്ഥലത്തേ ഉള്ളൂ. ഒന്ന് രാജഗിരിയിലും 2ാമത്തെ സാന്താ മോണിക്കയിലും. മെയ് 8 ഞങ്ങൾ ആദ്യമായിട്ട് CBTക്ക് ഡേറ്റ് എടുത്തു.
കൊറോണ കാരണം ഡേറ്റ് ക്യാൻസലാക്കി ജൂൺ 14 മാറ്റി. ജൂൺ 14 ഡേറ്റ് എടുത്തു, വീണ്ടും ലോക്ക്ഡൗൺ. ജൂൺ 15 ലോക്ക്ഡൗൺ മാറ്റി. പക്ഷേ ഞങ്ങളുടെ ജൂൺ 14 ഒരു ദിവസത്തെ ചാൻസിൽ ഞങ്ങൾക്ക് കേരളത്തിൽ എഴുതാൻ പറ്റിയില്ല. ഉടനെ തന്നെ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് മാറ്റി. ബാംഗ്ലൂരിൽ 6 വയസ്സുള്ള എൻ്റെ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ ചെന്നു. ബാംഗ്ലൂരിൽ ചെന്ന് ഹോട്ടലിൽ റൂം എടുത്തപ്പോൾ തലേ ദിവസം മെയിൽ വന്ന് കിടക്കുന്നു, കോവിഡ് കാരണം നിങ്ങളുടെ ബാംഗ്ലൂരിലെയും അപ്പോയിൻമെൻറ്റ് ക്യാൻസലാക്കിയേക്കുവാണ്. ഒത്തിരി സങ്കടവും കരച്ചിലും വന്നു. ഒരുപാട് അവരുടെ അടുത്ത് വിളിച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞു, എന്തുകൊണ്ടാണ് കൊച്ചിനെയും കൊണ്ട് ഞങ്ങളിവിടെ വന്നതാണ്, എന്തുകൊണ്ട് ഇത് മാറ്റിയെന്ന്. കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആന്ധ്രാപ്രദേശിൽ വിജയവാഡ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എക്സാം സെൻ്റർ ഉണ്ട്. ഈ കൊച്ചിനെയും കൊണ്ട് ഈ കൊറോണയുള്ളപ്പോൾ വിജയവാഡ പോയി വീണ്ടും ബാംഗ്ലൂർ വന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും എൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ അവരെ ഒരു വിധത്തിൽ സമ്മതിച്ചു. അങ്ങനെ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് കാശുരൂപം ഉള്ളം കയ്യിൽ വെച്ച് ഞാനും വൈഫും വെറുതെ ഒന്ന് ഈ CBT എന്ന് പറയുന്ന എക്സാമിൻ്റെ സൈറ്റിലൊന്ന് കയറി നോക്കിയപ്പോൾ ഒരു സ്ലോട്ട് ഓപ്പണായി കിടക്കുന്നു, അതും പിറ്റേ ദിവസത്തേക്ക്. എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. ഈ CBT എന്ന് പറയുന്ന ആ സെൻറ്ററുകാർക്ക് പോലും വിശ്വാസമില്ല. കാരണം അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം കൊച്ചുങ്ങോട് കൂടി വന്നതാണെന്ന് കരുതി അവർ ഒത്തിരി ശ്രമിച്ചു നോക്കിയാണ് ഞങ്ങളെ സഹായിക്കാൻ. പക്ഷേ എല്ലാം ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ്, അവർക്ക് ഒരു സ്ലോട്ട് തരാൻ പറ്റിയില്ല. ആരോ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി മാതാവ് ഇടപെട്ട ഒരു ക്യാൻസലേഷൻ വന്നു. സെയിം ബാംഗ്ലൂർ തന്നെ, സെയിം സെൻറ്ററിൽ തന്നെ പിറ്റേ ദിവസം എക്സാം എഴുതി തിരിച്ച് ഞങ്ങൾ പോരുന്ന വഴിക്ക് റിസൾട്ട് വന്നു. 24 hours കമ്പ്യൂട്ടർ ബേസ്ഡാണ്. റിസൾട്ടിൽ പാസ്സായി. ആദ്യത്തെ ഇൻ്റർവ്യൂവിന് തന്നെ പുള്ളിക്കാരിക്ക് UK സെലക്ഷനായി. ഇപ്പോൾ UK പോയിട്ട് 1 മാസമായി. അതുപോലെ ഞങ്ങൾ മെയിനായിട്ട് വെച്ച കൃപാസനത്തിൻ്റെ പറഞ്ഞായിരുന്ന കാനഡ പ്രോസസ്സിങ്, ഈ UK കിട്ടിയതിൻ്റെ തൊട്ടുപുറകെ അതിശയം പോലെ കാനഡയിൽ ന്യൂ ഫൗണ്ടർലാൻഡ് ആൻഡ് ലാബ്രഡോർ എന്ന് പറയുന്ന ഒരു പ്രോവിൻസിൽ നിന്ന് നേഴ്സുമാരായ ഞങ്ങളെ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ തരികയും അതിൻ്റെ പ്രോസസ്സും കൂടെയും നടന്നുകൊണ്ടിരിക്കുന്നു. കോടാനുകോടി നന്ദി കൃപാസന മാതാവിന്. സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. മാതാവിന് നന്ദി. ഹലോ, എൻ്റെ പേര് ജോബിൻ. ഞാൻ ചെന്നൈയിൽ നിന്ന് വരികയാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് അമ്മ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചൊരു വലിയൊരു അത്ഭുതം അതിവിടെ സാക്ഷിയായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ 2019 തൊട്ട് വിദേശത്തിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് രാജ്യത്തിലോട്ടേക്ക് ചിന്തിച്ചു. പക്ഷേ എൻ്റെ സാമ്പത്തികം വളരെയേറെ പ്രയാസമായതുകൊണ്ട് എനിക്ക് ഒരുപാട് ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം തന്നെ ഞാൻ കാനഡയിലേക്കായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെയുള്ള കോസ്റ്റും കാര്യങ്ങളും വളരെ കൂടുതലായതുകൊണ്ട്, പിന്നെ എൻ്റെ സ്പോൺസർ ബാക്ക് ഔട്ട് ചെയ്തുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് അത് ഡ്രോപ്പ് ചെയ്തായിരുന്നു. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 5, 2023 ഞാൻ അമ്മേനെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് ഇതിൽ നിന്ന് 1 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് മാർട്ടിൻ എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളിക്കാരൻ കൃപാസനത്തിലെ ഒരു വിശ്വാസിയായിരുന്നു. പുള്ളിക്കാരൻ ഇവിടെ നിന്ന് വന്നിട്ടാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് UK ഇപ്പം നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരൻ വഴിയാണ് ഞാൻ ആദ്യമായിട്ട് അമ്മേനെക്കുറിച്ച് അറിയുന്നത്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു, എന്തിനാ ഇങ്ങോട്ട് വരുന്നത്, എൻ്റെ പള്ളിയിലും പരിശുദ്ധി അമ്മയില്ലേ, അവിടെ തന്നെ നിന്നാലും അവിടെ നിന്ന് അമ്മ പറഞ്ഞാലും എല്ലാം കേൾക്കുന്നത് തന്നെയല്ലേ. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു മൈൻഡ് സെറ്റ്. അപ്പം അതിനുശേഷം കൃത്യം 1 കൊല്ലങ്ങൾക്ക് ഇപ്പുറം എൻ്റെ ജീവിത പങ്കാളിയായി, അതായത് എൻ്റെ ഫിയാൻസെ ആയ ജോലിൻ, അവൾ പറഞ്ഞിട്ടാണ്, അവളെ കൈയും പിടിച്ചാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. അങ്ങനെ ഞാൻ ഇവിടെ ക്ലാസ്സിൽ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാ ആൾക്കാർക്കും അറിയാം നമുക്കൊരു ക്ലാസ് ഉണ്ടാവാറാണ്. അപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ തന്നെ മാതാവ് എനിക്ക് 20 എന്നുള്ളൊരു ബോധ്യം എൻ്റെ മനസ്സിൽ തന്നു. അപ്പോൾ തന്നെ ഞാൻ പൊന്നുവിൻ്റെ അടുത്ത് പറഞ്ഞു, പൊന്നു 20 എന്ന് പറഞ്ഞൊരു ദിവസം മാതാവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ചിലപ്പം സെപ്റ്റംബർ 20 എനിക്ക് ജർമ്മനിയിലേക്ക് പോകാൻ പറ്റും, ജർമ്മനിയിലേക്കുള്ള വിസ എനിക്ക് കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു. അതിനുശേഷം ഞാൻ ഇവിടെ നിന്ന് പോയതിനു ശേഷം തിരിച്ചുള്ള യാത്ര, അതായിരുന്നു മാതാവിൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്തൊരു അത്ഭുതം എന്ന് പറയുന്നത്. അതായത് ഞാൻ തിരിച്ചുള്ള ചെന്നൈയിലേക്കുള്ള യാത്രകളുടെ ടിക്കറ്റ് എടുത്തത് സ്ലീപ്പർ ടിക്കറ്റ് മാത്രമായിരുന്നു. അതെന്തുകൊണ്ടാണെന്നൊന്നറിയില്ല, ഓട്ടോ അപ്ഗ്രേഡായിട്ട് തേർഡ് എ സി എടുത്തിട്ടാണ്, തേർഡ് AC ഓട്ടോ അപ്ഗ്രേഡ്, ഒരു പൈസയോ ഒന്നും എക്സ്ട്രാ ഒന്നും എനിക്ക് കൊടുക്കേണ്ട വന്നില്ല, ഓട്ടോ അപ്ഗ്രേഡായി എനിക്കങ്ങനെ പോകാൻ പറ്റി. അപ്പം എൻ്റെ മനസ്സിലൊരു തോട്ട്, അതായത്
അമ്മ കൃപാസന മാതാവ് എൻ്റെ പ്രാർത്ഥന, എൻ്റെ നിയോഗങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നു. പിന്നെ മുന്നോട്ടേക്ക് പോകുമ്പോഴാണെങ്കിലും ഞാനെന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും, സായന പ്രാർത്ഥന ചൊല്ലും. അതുപോലെ നമ്മൾ കൃപാസന പത്രങ്ങൾ ഞാൻ ചെന്നൈയിൽ തമിഴിലായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതവിടെയുള്ള പള്ളിയിൽ ഒക്കെ ചെന്ന് പറഞ്ഞൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുമ്പം ഞാൻ ആദ്യവട്ടം ജർമ്മനിയിലേക്കുള്ള വിസ മാർച്ച് മാസത്തിൽ അപ്ലൈ ചെയ്യുന്നു. ആ സമയം ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടില്ല. അത് ആ വട്ടം റിജക്ഷൻ ആയി പോയിട്ടായിരുന്നു. രണ്ടാമത്തെ വട്ടം ഞാൻ ഈ അടുത്ത് ഓഗസ്റ്റ് മാസത്ത് ഞാൻ എടുത്ത സമയത്തും വീണ്ടും എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷവും വീണ്ടും റിജക്ഷൻ വന്നു. ഞാൻ ആകെ തകർന്നു. എന്തുകൊണ്ടാണെന്നുള്ള കാര്യമൊന്നുമറിയില്ല. ഞാൻ കാര്യം പറഞ്ഞാൽ മാതാവിനെ ചെറുപ്പം തൊട്ടേ വളരെയേറെ മാതാവ് എന്നുള്ളൊരു തോട്ടം മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് മാതാവിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഒരു അൽത്താര തന്നെ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അവിടെ തന്നെയാണ് കൃപാസന മാതാവിൻ്റെ ഒരു കൊച്ചു പടവും അവിടെ തന്നെയുണ്ട്. അവിടെ വെച്ചാണ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലാറ്. അപ്പോൾ അവിടെ വെച്ചായിരുന്നു ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വിസ വന്നതിന് ശേഷം അത് ഓപ്പൺ ചെയ്തത്. നോക്കുമ്പം വീണ്ടും എനിക്ക് റിജക്ഷൻ തന്നെ വന്നു. എനിക്ക് കാര്യം പറഞ്ഞാൽ എൻ്റെ സങ്കടം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആകെ കരഞ്ഞു. വല്ലാതൊരു വിങ്ങലും കരച്ചിലുമായിരുന്നു. എൻ്റെ മമ്മി 2019 എൻ്റെ അപ്പം മരണപ്പെട്ടതിന് ശേഷം മമ്മിക്ക് പള്ളിയും എല്ലാം പോവുമെങ്കിലും വിശ്വാസം വേണ്ടുവോളം ഉണ്ടായിരുന്നില്ല. എൻ്റെ ആ ഒരു തകർച്ച, അതായത് രണ്ടാമത്തെ വട്ടം എനിക്ക് വന്ന റിജക്ഷൻ, ജർമ്മനിയിലേക്കുള്ള വിസയിൽ വന്ന റിജക്ഷൻ എൻ്റെ അമ്മേനെ കൃപാസന മാതാവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഫാക്ടറായി. മമ്മി ഓൺലൈൻ ഉടമ്പടി എടുത്തു. മമ്മി എന്നെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ വീണ്ടും മൂന്നാമതൊരു വട്ടം ഒന്നും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുതിർന്നു, ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ എന്തെല്ലാം തെറ്റുകളാണോ, അതായത് എന്തെല്ലാമാണോ ഞാൻ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടായിരുന്നത്, അതായത് എൻ്റെ ഉടമ്പടിയിൽ അച്ഛനെപ്പോഴും പറയുന്ന മാതിരി നമ്മൾ നൊവേന അടിസ്ഥാനത്തിൽ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും മാത്രം ആയിട്ട് ചെയ്തു പോകേണ്ടവരല്ല ക്രൈസ്തവർ, അതിൽ ജീവിക്കേണ്ടവരാണ്. അപ്പോൾ എനിക്ക് വന്ന ആ വീഴ്ചകളൊക്കെ റെക്ടിഫൈ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ ആദ്യം തന്നെ രണ്ടാമത് ഇവിടെ നിന്ന് വന്നതിന് ശേഷം എൻ്റെ കയ്യിൽ പത്രമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനിലും അല്ലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്ക് ഉള്ള റിസോഴ്സസ് എന്താണ്, അപ്പോൾ ഞാൻ നോക്കുമ്പം ഓൺലൈനിൽ നമുക്ക് കൃപാസന പ്രാർത്ഥന തമിഴിൽ അവൈലബിൾ ആണ്. അപ്പം ഞാനത് ഡൗൺലോഡ് ചെയ്തു. സായന പ്രാർത്ഥനയും അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും. ആ പ്രാർത്ഥന എന്ത് ചെയ്തു, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ കുർബാന, കഴിഞ്ഞ വട്ടം ഞാൻ പോയ സമയത്ത് കുർബാനക്ക് റെഗുലർലി കുർബാനക്കൊക്കെ പോയിട്ടില്ല. എനിക്ക് സാഹചര്യം ഉണ്ടായിട്ടും ഞാൻ പോയിട്ടില്ല, മടിയാണോ എന്തുകൊണ്ടോ പോയിട്ടില്ല. പക്ഷേ അത് ഫസ്റ്റ് റെക്ടിഫിക്കേഷൻ അവിടെ വന്നു. എല്ലാ ദിവസവും കുർബാന അത് ഞാൻ ആപ്റ്റാക്കി. അതിനുശേഷം കുമ്പസാരം ഞാൻ ഏകദേശം 1 കൊല്ലമായി, 1-2 കൊല്ലമായി ഞാൻ കുമ്പസരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ രണ്ടാമത്തെ റിജക്ഷൻ വന്നതിന് ശേഷം എല്ലാ വീക്കിലും കുമ്പസരിക്കാൻ തുടങ്ങി. കാരണം മനുഷ്യരല്ലേ, എന്നും പാപം ചെയ്യില്ലേ. അപ്പം ഞാൻ എന്നും കുമ്പസരിക്കാൻ തുടങ്ങി. എല്ലാ ഞായറാഴ്ചയും പള്ളി കഴിഞ്ഞാൽ ഞാൻ കുമ്പസരിക്കും. അങ്ങനെ ഞാൻ ആ ഒരു ഭാഗവും കൂടി റെക്ടിഫൈ ചെയ്തു. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചു. പിന്നീട് എൻ്റെ കയ്യിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി തമിഴിലുള്ള ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും അടങ്ങുന്ന ആ ഡൗൺലോഡഡ് കോപ്പി അവിടെയുള്ള തമിഴിലും സൈസുള്ള ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും ഞാൻ എന്ത് ചെയ്തു, ആ സുവിശേഷ പ്രവർത്തനം, അതാണ് എനിക്ക് പറ്റുന്നൊരു സ്കിൽ സെറ്റ്. എനിക്ക് ആ ഒരു സ്കിൽ സെറ്റ് ഉണ്ട്. അപ്പം ഞാൻ അത് യൂസ് ചെയ്ത് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ കുർബാനക്ക് പോയ എല്ലാ ദിവസവും 3 പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും അടങ്ങുന്ന PDF, അതായത് പ്രിൻ്റ് എടുത്ത് 3 വ്യക്തികൾക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീണ്ടും, അതായത് 3rd ടൈം വിസക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങോട്ടേക്ക് കൊച്ചിൻ VFSലായിരുന്നു ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നേരെ ഇങ്ങോട്ടേക്ക് കൃപാസനത്തിലേക്ക് വന്നു. അപ്പോൾ അച്ഛനെ നേരിൽ കാണാൻ വേണ്ട വന്നത്. അപ്പോൾ അച്ഛനെ നേരിൽ കണ്ടപ്പം അച്ഛൻ ആ ഒരു കൃപാസന മാതാവിൻ്റെ രൂപം അടങ്ങുന്നൊരു ഇത് പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛൻ തന്നു. അതുപോലെ അച്ഛൻ എല്ലാ ആൾക്കാരുടെ അടുത്തും ഇങ്ങനെ പറയുന്നത് മാതിരി എൻ്റെ അടുത്തും പറഞ്ഞു. സാക്ഷ്യം ഒരുപാട് പേരുടെ അടുത്ത് പല കാര്യങ്ങൾ അച്ഛൻ പറയുന്നത്. അച്ഛൻ എൻ്റെ അടുത്തും വേറൊരു 2 പേരുടെ അടുത്തും സാക്ഷ്യം പറയാൻ വരണമെന്ന് പറഞ്ഞു.
അപ്പോഴും ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ഞാൻ ചിന്തിച്ചു, അച്ഛൻ ആ ചെറിയൊരു ചിട്ട് മാത്രമേ തരുന്നുള്ളൂ ആ അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ഛൻ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്നുള്ളൊരു ധാരണ വീണ്ടുമായി. ഞാനെന്ത് ചെയ്ത് തിരിച്ചു പോയി. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ പൊന്നുവിൻ്റെ അടുത്തും മമ്മീൻ്റെ അടുത്തും പറഞ്ഞു, മമ്മ അച്ഛൻ സാക്ഷ്യം പറയാൻ വേണ്ടി വരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു. എന്നാലും അപ്പോഴും എൻ്റെ മനസ്സിൽ സംശയം കിടപ്പായിരുന്നു. അപ്പം വീണ്ടും എൻ്റെ മമ്മി പൊന്നും എല്ലാം കൂടി പറഞ്ഞു, അച്ഛൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പം നീ അത് മനസ്സിലാക്കുക എന്നും പ്രാർത്ഥിക്കുക. അതുപോലെ എന്നും പ്രാർത്ഥിക്കുമ്പം 51-ാം സങ്കീർത്തനം അതെന്നും ഞാൻ ചൊല്ലുമായിരുന്നു. അങ്ങനെ അതുകൂടാതെ നിത്യാരാധനയിൽ 1 മണിക്കൂറെങ്കിലും ഞാൻ ഡെയിലി ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു. ഞാൻ അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോയി. ഓരോരോ ദിവസങ്ങൾ ഞാൻ അച്ഛനെ വന്ന് കണ്ടിട്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞത്, അമ്മേ ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് വിസ കൊണ്ട് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല. അമ്മ ഇനി ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട്, എൻ്റെ വിസ കൊണ്ടായിരിക്കുന്നു. അമ്മ ഇന്നെനിക്ക് എൻ്റെ വിസ എനിക്ക് തന്നു. അതാണ് എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു അത്ഭുതം. കാര്യം പറഞ്ഞാൽ 4 കൊല്ലമായി ഇതിൻ്റെ പിന്നാലെ ഞാൻ അലയുന്ന 4 കൊല്ലം. അതും അമ്മ പറഞ്ഞ പോലെ, അമ്മ എനിക്കൊരു 20-ാം തീയതി എന്ന് പറഞ്ഞൊരു ഡേറ്റ് തന്നിട്ടുള്ളത്. ഈ വിസ നോക്കിയാൽ എല്ലാ ആൾക്കാർക്കും മനസ്സിലാവും. 20-ാം തീയതിയാണ് അമ്മ എനിക്ക് ഇഷ്യൂ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ എന്നെ മാതിരി ഒരുപാട് യൂത്തിലുള്ള പല ആൾക്കാരും ചിന്തിക്കും, എന്തുകൊണ്ട് ലോജിക്കലായിട്ടുള്ള തിങ്കിങ് ആയിരിക്കും. ഈ പഠനവും കാര്യങ്ങളൊക്കെ കൂടുന്ന സമയത്ത് എല്ലാ ആൾക്കാർക്ക് ലോജിക്കലും കാര്യങ്ങളായിട്ടുള്ള തിങ്കിങ് ആയിരിക്കും. പക്ഷേ ലോജിക്കിന് ഉപരിയായിട്ടും അമ്മ അവിടെ ഇരിപ്പുണ്ട്. അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്തും അമ്മയിലൂടെ സാധ്യമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് മുന്നോട്ടേക്കുള്ളൊരു ആഗ്രഹം എന്ന് പറയുന്നത്, ഈ ഒരു ഒക്ടോബർ 29-ന് ഞാൻ ജർമ്മനിയിലേക്ക് പോവാണ്. അവിടെയും അമ്മയ്ക്ക് വേണ്ടും തിരുകുമാരന് വേണ്ടും പ്രവർത്തിക്കണം. അമ്മ തന്ന ഈ ഒരു അനുഗ്രഹം, അച്ഛനെന്നും പറയുന്നത് മാതിരി എനിക്ക് മാത്രം തന്ന അനുഗ്രഹമല്ല, എല്ലാ ആൾക്കാർക്കും തന്ന അനുഗ്രഹം. ആ ഒരു ലെവലിലോട്ടേക്ക് എനിക്ക് എത്തിക്കണം. അമ്മയ്ക്കും തിരുകുമാരനും വേണ്ട ജർമ്മനിയിലും എനിക്ക് പ്രവർത്തിക്കണം. അതുവഴി എനിക്ക് നിത്യജീവൻ, അതാണ് ഇനി എൻ്റെ ലക്ഷ്യം. എനിക്ക് ഈ ഒരു വലിയൊരു അനുഗ്രഹം തന്ന കൃപാസന പ്രസാദന മാതാവിനും അതുപോലെ തിരുകുമാരനും ഒരുപാട് നന്ദി. അതുപോലെ അത് പറയാൻ പറ്റും. ഒരു കാര്യം കൂടി പറയണ്ടായിരുന്നു. അതായത് ഞാൻ 3-ാമത്തെ വട്ടം വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൻ്റെ ഓഫീസിൽ പോയ സമയത്ത് എനിക്ക് ആദ്യത്തെ വട്ടം എൻ്റെ പാസ്പോർട്ടിൽ നിന്ന് റിജക്ഷൻ വന്ന സമയത്ത് അതായത് നമുക്കൊരു ഇത് തരും, ഒരു സീലിടും. അതായത് D എന്ന് പറഞ്ഞിട്ട് റിജക്ഷനിലുള്ള ഒരു ഇതടിക്കും. അപ്പോൾ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവമേ ഇനിയിപ്പോൾ അത് കണ്ടിട്ട് അവർ വീണ്ടും എൻ്റെ വിസ റിജക്റ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ 3rd ടൈമിൽ പോയ സമയത്ത് കൃപാസനത്തിൽ വെച്ച് വന്ന ആ ഉപ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഇട്ടായിരുന്നു. കൃത്യം എന്താ പറയുക, 7-ാമത്തെ പേജിലായിരുന്നു ആ ഒരു റിജക്ഷൻ്റെ ഇതുണ്ടായിരുന്നത്, ആ സീലുണ്ടായിരുന്നത്. കൃത്യം അതിൻ്റെ മുകളിലാണ് ഇന്ന് എനിക്ക് വിസയും കിട്ടിയിട്ടുള്ളത്. എന്താല്ലേ. അതുപോലെ എൻ്റെ മോട്ടിവേഷൻ ലെറ്റർ എനിക്ക് ഒരുപാട് വട്ടം ഇതാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഞാനൊരു എൻ്റെ റിജക്ഷൻ്റെ റീസൺ അത് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞൊരു ആളാണ്. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞത്. ഞാൻ ഇനി പോകുന്നത് നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടിലോട്ടേക്ക്. അതിൻ്റെ പേര് പറഞ്ഞിട്ടാണ് 2 വട്ടം എൻ്റെ വിസ റിജക്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിന് ഒരു എക്സ്പ്ലനേഷൻസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല കഴിഞ്ഞ 2 വട്ടമായിട്ട്. എനിക്ക് വേണ്ട ഓൺലൈൻ ഉടമ്പടി എടുത്ത് എൻ്റെ അമ്മയ്ക്കാണ് കൃപാസന മാതാവിൻ്റെ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാര്യം ഒരു ദിവസം രാവിലെ ഇന്ന് ഞാൻ ഓർക്കുന്നത്, അത് 5 മണിയാവുമ്പോഴത്തേക്ക് എൻ്റെ മമ്മി എൻ്റെ അടുത്ത് പെട്ടെന്ന് വന്ന് പറയുകയാണ്, സഞ്ജു നീ ഒരു കാര്യം ചെയ്യണം, മാതാവ് എനിക്കൊരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്, നീ ഈ 2 പോയിൻ്റ് കൂടി മോട്ടിവേഷൻ ലെറ്ററിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. അതായത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചേഞ്ച് വരണ്ടേന്നുള്ളതിൻ്റെ ഒരു സ്ട്രോങ് പോയിൻ്റ്. അതിൻ്റെ തലേ ദിവസം ഞാൻ മോട്ടിവേഷൻ ലെറ്റർ സ്വന്തം എഴുതി പ്രിപ്പയർ ചെയ്തതാണ്. ഞാൻ അന്നേ ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഫസ്റ്റ് തിങ് ഞാൻ എന്ത് ചെയ്തു, മമ്മി പറഞ്ഞ ഈ 2 പോയിൻറ്റ്സ്
ഞാൻ ആഡ് ഓൺ ചെയ്തു. അതും മമ്മിക്കാണ് അവിടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നത്. അതുപോലെ ഈ വിസ കിട്ടുന്ന ദിവസവും എൻ്റെ മമ്മിക്ക് തന്നെയാണ് മാതാവ് ആ ഒരു ബോധ്യം കൊടുത്തത്. അതായത് മമ്മി പറഞ്ഞത്, മാതാവ് പെട്ടെന്ന് ഓടി വന്ന് എൻ്റെ നെഞ്ചിലോട്ട് ഇടിച്ചു കയറിയിട്ട് എൻ്റെ അടുത്ത് പറയാണ്, മോനെ വിസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തന്നെ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ ടെൻഷൻ ആവണ്ട, നിനക്ക് വിസ കിട്ടിയിട്ടുണ്ടെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് കയ്യിൽ വിസ കിട്ടിയ സമയത്ത് ഞാൻ ആരാധന ചാപ്പലിലായിരുന്നു. അവിടെ വെച്ച് ഞാനും എൻ്റെ ഫിയാൻസി എൻ്റെ മമ്മിയും കൂടി ഒന്നിച്ചിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം കാര്യം പറഞ്ഞാൽ ഇത് കിട്ടിയ തൽക്ഷണം ദൈവത്തിന് സ്തുതി പറഞ്ഞ് അത്രമാത്രം നന്ദിയുണ്ട്. കാര്യം ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് ഒറ്റ കാര്യം മാത്രം, അമ്മേ ഇന്ന് ഞാനിപ്പം ഇവിടെ നിന്ന് ഇപ്പം പറയുന്നത് പോലെ എനിക്ക് ഈ പാസ്പോർട്ടും ഉയർത്തിപ്പിടിച്ച് ഈ വിസയും കൈ പിടിച്ചുകൊണ്ട് എനിക്ക് സാക്ഷ്യം പറയണമെന്നുള്ളത്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ഒരു അത്ഭുതം പ്രവർത്തിച്ച്, അതായത് 3ാമത്തെ വട്ടം വിസ 2 വട്ടം അപ്ലൈ ചെയ്ത് റിജക്ഷൻ കിട്ടി, 3ാമത്തെ വട്ടം വിസ കിട്ടിയ എനിക്കിതൊരു വലിയൊരു അത്ഭുതമാണ്. എനിക്ക് ഈ ഒരു അത്ഭുതം പ്രവർത്തിച്ചെന്ന കൃപാസന പ്രസാദര മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി. തോബിത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 6-ാം തിരുവചനം പറയുന്നു, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിങ്കിലേക്ക് തിരിയുകയും സത്യസന്ധമായി അവിടുത്തെ സന്നിധിയിൽ വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും, നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. തൻ്റെ അനുഭവ സാക്ഷ്യം ജോബിൻ ഷാവിയർ എന്ന ഈ മകൻ എങ്ങനെ വ്യക്തിപരമായി ഈശോയെ സ്നേഹിക്കുന്നു, അനുഭവങ്ങൾ എങ്ങനെ ഈശോയോട് കൂടുതൽ പരിശുദ്ധ അമ്മ വഴി ഈശോയോട് കൂടുതൽ അടുക്കുവാൻ തന്നെ സഹായിച്ചു. 2 പ്രാവശ്യം റിജക്ഷൻ വരികയാണ്, വിസ റിജക്ഷൻ. 2019 മുതൽ ആഗ്രഹിക്കുന്നതാണ് വിദേശത്തേക്ക് പോകണമെന്ന്. IT ഫീൽഡായിരുന്നു, ആണോ? സിവിൽ എഞ്ചിനീയർ ആയിരുന്ന മകനാണ്, ജോലി ചെയ്തിരുന്നയാളാണ്. എന്നാൽ പിന്നീട് നേഴ്സിംഗ് പഠിക്കണം എന്നുള്ള ആഗ്രഹവും നേഴ്സിംഗ് ഫീൽഡ് വേണം. അപ്പോഴത് ഒരു കോൺട്രഡിക്റ്ററിയാണ്. അതുകൊണ്ട് തന്നെ ഈ മകൻ്റെ വിസ തള്ളിപ്പോയിരുന്നു, റിജക്റ്റ് ആയിരുന്നു. എന്നാൽ എവിടെയും അമ്മയുണ്ടെങ്കിൽ, അമ്മ ഇടപെടുമ്പോൾ അതൊന്നും ഒരു തടസ്സങ്ങളെ അല്ല എന്നുള്ളതാണ് പിന്നീട് അനുഭവസാക്ഷ്യം പങ്കുവെച്ച് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം വിസ അടിച്ചു വരുന്നതും അതിന് പിന്നീട് എങ്ങനെയാണ് പരിശുദ്ധ അമ്മ തന്നെ 2 പോയിൻറ്റുകൾ പറഞ്ഞു കൊടുക്കുന്നു. ആ വിസ റിജക്ഷൻ ആയ കാരണങ്ങൾ എന്താണ്, അതുകൊണ്ട് അത് ഉൾപ്പെടുത്തി വേണം ഇനിയുള്ള മോട്ടിവേഷൻ ലെറ്റർ തയ്യാർ ചെയ്യാൻ. അമ്മ അക്കൗണ്ടിൽ ക്രമക്കേടുണ്ടെങ്കിൽ ആരെങ്കിലും വിഷമിച്ച് അവരുടെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്ന് അവരെ പുറത്താക്കുന്ന രീതിയിൽ ഇതിനു മുമ്പൊരു സാക്ഷ്യമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അമ്മ വന്ന് കണക്കുകളൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തു എന്നാണ് ആ സാക്ഷ്യത്തിൽ കേട്ടത്. ഇവിടെ തൻ്റെ വിസ റിജക്ഷൻ്റെ കാരണം എന്താണ്, അത് ഈ മകന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. അതും തൻ്റെ മമ്മിയിലൂടെ. മമ്മി ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു ഈ മകൻ്റെ വിസ തടസ്സങ്ങൾ വന്നപ്പോഴെന്നാണ് നാം കേട്ടത്. അതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് തൻ്റെ വ്യക്തി ജീവിതത്തിൽ വിശുദ്ധീകരണം, ഒരു ഉടമ്പടി എടുത്തു എന്നത് മാത്രമായി അങ്ങനെ പോകുന്ന അവസരത്തിലാണ് വിസ ഒരു പ്രാവശ്യം കൂടി റിജക്ഷൻ വരുമ്പോൾ ഇനി താൻ എങ്ങനെയൊക്കെ മാറണം. ആഴ്ചയിൽ കുമ്പസാരിക്കുന്നു, വിശുദ്ധ കുർബാന മുടക്കുന്നില്ല, പേഴ്സണൽ പ്രെയറിനായിട്ട് ദിവ്യകാരുണ്യ ആരാധന, അതായത് ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ 1 മണിക്കൂർ ഈ മകൻ സ്പെൻഡ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നാം കേട്ടത്. യുവാക്കൾ അവരെങ്ങനെ ഉടമ്പടി എടുക്കുന്നത് വഴി തങ്ങളുടെ ജീവിതത്തിൽ മൂല്യബോധം ഒന്നുകൂടി അവരിൽ ഉറപ്പിക്കുകയാണ് അമ്മ. ഈ മക്കൾ ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുവാനായിട്ട് എങ്ങനെയാണ് അമ്മ ഈ മക്കളെ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ തൻ്റെ ജീവിതം ആകെ ഒന്ന് കുലുക്കിയെടുക്കുമ്പോൾ അവിടെ പിന്നീട് അമ്മ അനുഗ്രഹങ്ങളുടെ മഴ തന്നെ വർഷിക്കുന്നതായിട്ടാണ്
തൻ്റെ പാസ്പോർട്ട് അടിച്ചു കിട്ടുകയും അതിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുകയും വിസ ഒക്കെ കയ്യിൽ കിട്ടി ഒക്ടോബർ 29 പോകുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളും അമ്മ ഇണക്കി കൊടുക്കുകയാണ്. എനിക്ക് ഇനിയും ജർമ്മനിയിൽ ചെന്നാലും ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കണം. എനിക്ക് നിത്യത തേടിയുള്ളതാണ് എൻ്റെ ജീവിതം. ഇതൊക്കെയാണ് ഈ മകൻ ഇവിടെ പറഞ്ഞത്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഈശോയോട് വിശ്വസ്തനായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോയോട് അടുത്ത് ഉള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഈ മകൻ ശ്രമിക്കുമ്പോഴാണ് തിരുവചനം പറയുക, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിനെ അന്വേഷിക്കുകയും സത്യസന്ധമായി അവിടുത്തെ മുമ്പിൽ വ്യാപരിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. തനിക്ക് കൃപാസന പത്രം എപ്പോഴും കൊടുക്കാൻ കിട്ടാതിരുന്നപ്പോൾ എങ്ങനെയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്ത് ഒരു 3 പേർക്കെങ്കിലും ഒരു ദിവസം അത് കൊടുക്കുന്നതിന് ഈ മകൻ ശ്രദ്ധിച്ചിരുന്നു. ഇതൊക്കെ നമ്മെ ചിന്തിപ്പിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കിട്ടിയ എല്ലാ നന്മകൾക്കും ഈശോയോട് നന്ദി പറയുന്ന ഈ മകനോടും കുടുംബത്തോടുമൊപ്പം കരങ്ങളടിച്ച് നമുക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.